ജോലി സംരക്ഷണത്തിനെന്ന് പറഞ്ഞ് പണിമുടക്ക് നടത്തുന്ന അധിനിവേശ ആദർശമാണ് മാർക്സിസം എന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ബാലഗോകുലം ഉത്തര കേരളം സുവർണ ജയന്തി വാർഷികം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആദർശം ആളുകളെ എത്രമാത്രം ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു എന്ന് അവരുടെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലും പ്രവൃത്തികളിലും കാണാം. പുതിയ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പ്രതിസന്ധികളെ അതിജീവിക്കാനുമാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ പോരാട്ടം എല്ലാവരും മനസ്സിലാക്കി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ബാലഗോകുലം ഇന്ന് ലോകചരിത്രത്തിൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി, സാംസ്കാരിക പ്രസ്ഥാനമായി, കലാപ്രസ്ഥാനമായി, ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും കുട്ടികളെ വാർത്തെടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും മാതൃകാപരമാകുന്ന പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാന പരിശ്രമം 70 മുതൽ അല്ലെങ്കിൽ 1900 കാലം ഇതിനുവേണ്ടി അഹോരാത്രം പണിപ്പെട്ട ദേശസ്നേഹികളായ നമ്മുടെ ബാലഗോകുലവുമായി ബന്ധപ്പെട്ട അതിന് പ്രചോദനമായ മഹത്തായ ആശയങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഉത്തര കേരളം അധ്യക്ഷൻ N ഹരീന്ദ്രൻ അധ്യക്ഷനായി, സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ, RSS ഉത്തര കേരളം പ്രാന്തപ്രചാരക് A വിനോദ്, സംസ്ഥാന സംഘടനാ കാര്യദർശി A രഞ്ജുകുമാർ, ഉപാധ്യക്ഷൻ KP ബാബുരാജ്, ജില്ലാ ഉപാധ്യക്ഷൻ TN മുരളി എന്നിവർ പ്രസംഗിച്ചു. ഒരു മഹാസംസ്കാരമാണ് നമ്മുടെ ഭാരതമെന്ന രാഷ്ട്രത്തിന് തന്നെ അടിത്തറ എന്ന് പറയാവുന്നതാണ്. ഇതുപോലെ മറ്റൊരു രാഷ്ട്രത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ മറ്റു രാഷ്ട്രങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടികളെ ബാലഗോകുലത്തിലൂടെ ഈ നാടിന്റെ പൈതൃകവും സംസ്കാരവും ഇന്നത്തെ നേതൃത്വത്തിലൂടെ ദേശീയത്തിൽ അത് ഉയർത്തിക്കാട്ടി അതിന്റെ നേർവഴിയിലൂടെ നമ്മുടെ പുതിയ തലമുറയെ പ്രത്യേകിച്ച് കുട്ടികളെ വാർത്തെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിൽ ബാലഗോകുലം വളരെയധികം വിജയിച്ചിരിക്കുന്നുവെന്ന് അനുഭവത്തിന്റെ സാക്ഷ്യങ്ങളുമായി എനിക്ക് പറയാൻ സാധിക്കും. വിവിധമായ